ഹലോ ഗായ്സ്, വെൽക്കം ടു ദേവട്ടൻ വ്ളോഗ്സ്. ഇന്ന് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലെ പൂരാണ്, കൊക്കൂരാണ് ഞങ്ങളുടെ തറവാട്ടമ്പലം വരുന്നത്. ഏപ്രിൽ 28 പൂരം വരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ കുളിച്ച് അമ്പലത്തിലേക്ക് വന്നു. രാവിലത്തെ ക്ലിപ്പിംഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ആകെ തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ബാക്കി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഫോണ് അലൗഡ് അല്ല, അത് കാരണം കേട്ടോ. ഇവിടെ ഇരിക്കുന്നത് സ്വത്തോളാണ് ഇരിക്കുന്നത്. പൊന്നിവിടെ ഗായത്രി കേട്ടോ വിളിക്കുന്നത്. ഞങ്ങൾ ചുറ്റുപാടെ കാണിച്ചില്ല വെറുതെ. എല്ലാവരും എത്തിയിട്ടുണ്ട് ഗായ്സ്. അയ്യോ അമ്മ പോയാ അപ്പൊ റോൾ എസ്കേപ്പ് അടി. ഇത് നെക്സ്റ്റ് ആള് പൊന്നു. ഇന്നലെ വയ്യാണ്ടിരുന്ന ആളാണ് പോണത്. കൊട്ടുകാർ കേട്ടോ, ഇവരായിരുന്നു കൊട്ടുകാർ. ഇവിടെ നിറച്ചും തിരക്ക്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇതാണ് അതിനെ ഇരുന്നില്ല, ഇത് കണ്ണപ്പൂ. ചായ കൂടി, ഞങ്ങൾക്ക് ചായക്ക് കടി ഉപ്പുമാവും പഴവും. ഇത് ഞങ്ങളുടെ സുന്ദരിച്ചാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ സ്വത്തുവിൻ്റെയും മറ്റേ ഈ പൊന്നൂൻ്റെയും അമ്മയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ പ്രസാദമാണ് കേട്ടോ. ഇത് പ്രസാദാണ്. അവിലും കൽക്കണ്ടും പഴം കൂടിയ ഇതാണ് ആ തറവാട്ടമ്പലത്തിലെ പ്രസാദാണ് ഗൈസ്. അതെന്റെ പ്രൊഡക്റ്റാണ് ഗൈസ്. ഇതും പ്രസാദാണ് ഗൈസ്. പഴാണേ, അവിടെ കഴിപ്പിച്ചതാണ്. പിന്നെ ഞങ്ങൾക്ക് ബോറടിച്ചിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ. കാരണം അത്രയും ചൂടും കാര്യങ്ങളും. ഞങ്ങളിങ്ങനെ ഈ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയായിരുന്നു. അവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വിളമ്പുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് പ്രസാദം ഇങ്ങനെ തരും കേട്ടോ. അപ്പം കഴിക്കാനായിട്ടുള്ള പൂജ ഇങ്ങനെ കഴിയുമ്പോൾ പ്രസാദം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും കേട്ടോ. അവിടെ പിന്നെ അതാ ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങി. ഞങ്ങൾ ആ ഫസ്റ്റ് ട്രിപ്പിനൊന്നും ഇരുന്നില്ല. അപ്പം അതൊക്കെ ഇരിക്കാൻ ടൈം ഉണ്ടല്ലോ വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ പുറത്ത് നടക്കുകയായിരുന്നു. എന്ത് ശരി, അതെടുത്ത് കൈ പിടിച്ചോണ്ട് പോക്കാട്ടോ കേട്ടോ. ഞങ്ങൾ പിന്നെ അത് ആനേനെ കാണാൻ വേണ്ടിയിട്ട്, ആന വന്നിട്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ആനയെ കാണാൻ വേണ്ടി പോകണ പോക്കാണേ. ഹലോ ഞങ്ങൾ ആനയെ കൊടുന്നിട്ടെന്ന് പറഞ്ഞു. ബാക്കി പറഞ്ഞു പോവാ. അല്ല, തെരഞ്ഞു നടക്കുകയാണ് ഞങ്ങൾ. എവിടെ ആനൊന്നും അറിയില്ല. വണ്ടി ആനക്ക് കുറച്ച് കാണാനില്ല. ചേച്ചി പറഞ്ഞ എങ്ങനെ ഓടുന്ന മണിയെ ശരി ചൂടമ്മ പഠിച്ചതോ ഇനി നടന്നു പോയിട്ട് കണ്ടില്ലാന്ന് ഈ പറഞ്ഞോ. എന്താ പറയണ്ടേ? ആനനെ കണ്ടില്ല. ഞങ്ങൾ തിരിച്ചു പോകുന്നു. ആനനെ കുറച്ച് കഴിഞ്ഞിട്ടേ കൊണ്ടുവരുന്നുണ്ടാവുള്ളൂ. കാരണം ഇപ്പോൾ നല്ല വെയിലല്ലേ. ആകെ ഒരു ആനയുള്ളൂ. ചെറിയ പൂരട്ടാ. നല്ല തറവാട്ടുകാർ മാത്രം, പുറത്തുനിന്ന് ആൾക്കാർ വരും. ചെറിയ എന്താ പറയുക, പൂജയും കാര്യങ്ങളും. പറയൂ ഷേക്ക് കുടിക്കും. പിന്നെ സുന്ദരിക്ക് എന്താ കാര്യമായിട്ട് പറയാണ്ട് പറയും. സുന്ദരിച്ചി കണ്ടില്ല. ഒരു ചെറിയ താലുണ്ടാവും, ചെറിയ പൂരാണ്. ആന ഉണ്ടാവും, കൊട്ടുണ്ടാവും. പിന്നെ എന്താണ് ചെറിയ മിഠായി. ഇങ്ങനൊരു വികൃതി പിടിച്ച കുട്ടി ഈ പറമ്പിലാണ് ആന ഉണ്ടാവാറ്. പക്ഷെ ഇപ്പൊ കാണാനില്ല ഗൈസ്. ഞങ്ങൾ വന്ന അമ്പലത്തില് നിറച്ചും മാങ്ങയാണ് കേട്ടോ, നിറച്ചും മാങ്ങയാണ്. അങ്ങനെ മാങ്ങയൊക്കെ കണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പൊന്നിനെ കാണാല്ലേ? പൊന്നു പിന്നെ അത് ഇല ഇട്ടു. പിന്നെ ഓരോരോ വിഭവങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വെയിറ്റിംഗ് ആണ്. വിശപ്പുണ്ടോ ചോദിച്ചാൽ വിശപ്പില്ല. കാരണം അത്രയ്ക്ക് വെയിലായിരുന്നില്ലേ. ദാഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേർ വന്നു, അവിയൽ വന്നു,
തുടച്ച് പഠിച്ചിട്ട് കുറച്ച് തോനെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കഥകളിങ്ങനെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സദ്യയാണ്, അതായത് അച്ചാർ, അവിയൽ, എലിശ്ശേരി, പിന്നെന്താ ഉപ്പേരി, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ പായസം, സാമ്പാർ, രസം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ തറവാട്ടിലുള്ളവർ തന്നെയാണ് എല്ലാവരും. പിന്നെ ഓൾമോസ്റ്റ് നമുക്ക് അറിയണ ആൾക്കാരായതുകൊണ്ട് അങ്ങനത്തെ ഒരു മടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വീഡിയോ എടുക്കാനായാലും ഒന്നും. പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പിന്നെ അവിടുത്തെ അയൽവാസികൾ മാത്രമേ പുറത്തുനിന്നുള്ള ആൾക്കാരായിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഐസ്ക്രീം തിന്നല് കഴിഞ്ഞിരിക്കുകയാണ്. ഒരാളെ കഴിഞ്ഞിട്ടില്ല, ഒരാളെ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരുവിധം കിടക്കും. ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വന്നിട്ട് വേണം പിന്നെ താലെടുക്കാൻ ഞങ്ങൾക്ക് റെഡി ആവാൻ. ഹലോ ഗായ്സ്, ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് താലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിലേക്ക് കയറി ഓരോന്നോർന്ന് കയറി. ഞങ്ങളുടെ ഏട്ടൻ അടടാ അവിടെ അല്ല ഇവിടെ ഇങ്ങനെ കയറി കുട്ടി, ഇങ്ങനെ അവിടെ നിന്ന് കയറാം. അല്ല മല്ലേ കയറി കയറും. ഹലോ ഗായ്സ്, ഞങ്ങൾ താലെടുക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. വേറൊരു ടീമും താലെടുക്കുന്നുണ്ട്. അവരും പൂരാണെന്ന് തറവാട്ടമ്പലത്തിൽ പൂരാണ്. ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ പൂരാണെന്ന്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളവരെ എത്തിയിട്ടില്ല. ഞങ്ങളുടെ ഏട്ടൻ്റെ കൂടെ വന്നത് ദേവൂട്ട അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാൾ ഇവിടെ ഉണ്ട്. കുറച്ച് പേരും കൂടി അവിടെ ഉണ്ട്. ബാക്കിയുള്ളവർക്ക് അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ വരുള്ളൂ. ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് കൊളത്തുക. എന്നിട്ട് ഞങ്ങളുടെ അമ്പലത്തിലേക്ക് അങ്ങനെ നടന്നു പോവുക, താലെടുത്ത് പോവുക ചെയ്യും. ഞങ്ങൾ ഏറ്റവും ഡയറക്റ്റ് കൂടുന്നതാക്കിയത്. എനിക്ക് അവിടെ നിന്ന് വീണ്ടും അമ്പലം എത്തിയാൽ നിങ്ങൾക്ക് കേൾക്കുണ്ടോന്ന് അറിയില്ല കേട്ടോ, കാരണം പൊട്ടിൻ്റെ കാരണം താലെടുക്കുന്ന ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഞങ്ങളിതിൽ ആഡ് ചെയ്യാൻ നോക്കാം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പരമാവധി ഫോണും പിടിക്കലും താലം പിടിക്കലും ഒരുപോലെ പറ്റുന്ന പോലെ ഞങ്ങൾ എന്തായാലും എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ശരി. അങ്ങനെ താലൊക്കെ എടുക്കാൻ സെറ്റായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഇത് അവിടുത്തെ ചുറ്റുപാടാണ് കാണിച്ചത്. ഞാൻ ഫോട്ടോ എടുക്കാൻ അപ്പം വരും പൊട്ട് നിർത്തി പോകും. അതൊരു പൊട്ടോ.
അങ്ങനെ താലെടുക്കലൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ് ഞങ്ങൾ. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെക്കനാണെങ്കിൽ ചെണ്ടകൊട്ടുകാരുടെ അടുത്തുനിന്ന് വരികയല്ലായിരുന്നു. അവന് കൊട്ടണം എന്ന് പറഞ്ഞിട്ട് അവരുടെ കോല് മേടിച്ച് ചെണ്ടമ്മ കൊട്ടൊക്കെ ആയിരുന്നു. അവരാണെങ്കിൽ ഭയങ്കര കമ്പനി ആവുകയും ചെയ്തു കേട്ടോ. കോലൊക്കെ കൊടുത്തു, അവനെ കൊണ്ട് കൊട്ടിക്കുകയൊക്കെ ചെയ്തു. നല്ല രസമായിരുന്നു. അവനാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവരുടെ അടുത്തുനിന്ന്. നല്ല പിള്ളേരായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ ഇതൊക്കെ കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ച് വരികയാണ് ചെയ്തത്. ഭക്ഷണമൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. പിന്നെ രാത്രി പൂരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അതിലൊന്നും നിന്നില്ല. കാരണം ഉണ്ണിയൊക്കെ ഉള്ളതല്ലേ. അത് കാരണം പിന്നെ വേഗം വീട്ടിലേക്ക് വന്നു. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും.